ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തേർഡ് സെമ്മിൻ്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ബുക്കിലെ മൊഡ്യൂൾ 1-2 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലേ? എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ വിവിധ അടുക്കുകളാക്കിയിട്ട് വിഭജിക്കുന്നതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് അല്ലേ? സമൂഹത്തെ എന്ത് ചെയ്യുക? വിവിധ അടുക്കുകളായിട്ട്, അതായത് ലെയർ ചെയ്യുക, അതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ സമൂഹങ്ങളിലും ലിംഗഭേദം, അതുപോലെ തന്നെ പ്രായം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ശ്രേണീകരണം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പരമ്പരാഗത സമൂഹങ്ങളിലും ആധുനിക സമൂഹങ്ങളിലൊക്കെ സമ്പത്ത്, അതുപോലെ സ്വത്ത്, ഭൗതിക വസ്തുക്കളുടെ ലഭ്യത, അതുപോലെ സാംസ്കാരിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ശ്രേണീകരണം കാണാൻ കഴിയും അല്ലേ? അതുപോലെ തന്നെ ലോകത്ത് 4 പ്രധാനപ്പെട്ട സാമൂഹ്യ ശ്രേണീകരണ രീതികളുണ്ട്. അതൊന്നാണ് അടിമത്തം, അതുപോലെ രണ്ടാമത്തതാണ് ജാതി, മൂന്നാമത്തതാണ് എസ്റ്റേറ്റ്, നാലാമത്തതാണ് വർഗം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു 1-2 ഡെഫിനിഷൻ കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കണം. അപ്പോൾ ഒന്നാമത്തേത് പറയുന്നത് ജോർജ് ആൻഡ്രൂ ലൺബർഗ് പറയണത് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ പേരിൽ ആളുകളെ വേർതിരിക്കുകയും താഴ്ന്നതും ഉയർന്നതുമായിട്ടുള്ള 2 വിഭാഗങ്ങളായിട്ട് അവരെ എന്ത് ചെയ്യുക, വിശേഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് ആര് പറയണത്? ജോർജ് ആൻഡ്രൂ ലൺബർഗ് പറയണത് അല്ലേ? സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് എന്താണ്? അധികാരത്തിൻ്റെ പേരിൽ ആളുകളെ വേർതിരിക്കുക, എന്നിട്ട് താഴ്ന്നതും ഉയർന്നതുമായിട്ടുള്ള 2 വിഭാഗങ്ങളായിട്ട് അവരെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയണത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതെന്നാണ് ജോർജ് ആൻഡ്രൂ ലൺബർഗ് പറയണത്. എന്നാൽ റെയ്മണ്ട് ഡബ്ല്യു മുറെ പറയണത് ഉയർന്നതും അതുപോലെ തന്നെ താഴ്ന്നതുമായിട്ടുള്ള യൂണിറ്റുകളായിട്ട് സമൂഹത്തെ തിരശ്ചീനമായിട്ട് വിഭജിക്കുന്നതാണ് സാമൂഹ്യ ശ്രേണീകരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ പറഞ്ഞത്? ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള യൂണിറ്റുകളായിട്ട് സമൂഹത്തെ തിരശ്ചീനമായിട്ട് വിഭജിക്കുന്നതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നതെന്നാണ് റെയ്മണ്ട് ഡബ്ല്യു മുറെ പറയണത് അല്ലേ? അതേപോലെ തന്നെ എന്താ പറയുക, അടുത്ത ഒരു വ്യക്തി പറയാണ് ഓഗ്ബണും അതുപോലെ തന്നെ നിങ്കോഫും അല്ലേ? അവരുടെ അഭിപ്രായം എന്താണ്? ഏറെക്കുറെ സുസ്ഥിരമായിട്ടുള്ള ശ്രേണി പദവികളിലായിട്ട് വ്യക്തികളെയും സംഘങ്ങളെയും പദവികൾ നൽകി വേർതിരിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നതെന്നാണ് ഓഗ്ബണും അതുപോലെ തന്നെ നിംകോഫും പറയുന്നത്. എന്താ പറഞ്ഞത്? ഏറെക്കുറെ സുസ്ഥിരമായിട്ടുള്ള ശ്രേണി പദങ്ങളിലായിട്ട് വ്യക്തികളെയും അതുപോലെ തന്നെ ശ്രേണി പദവികളിലായിട്ട് വ്യക്തികളെയും അതുപോലെ സംഘങ്ങളെയും ഒക്കെ പദവികൾ നൽകിയിട്ട് വേർതിരിക്കണ പ്രക്രിയ, അതാണ് എന്ത്? സാമൂഹ്യ ശ്രേണീകരണം എന്നാണ് ഓഗ്ബണും നിങ്കോഫും പറയുന്നത്. അപ്പോൾ 1-2 ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കാസ്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞു എന്താ പറയുക, ലോകത്ത് 4 പ്രധാനപ്പെട്ട സാമൂഹ്യ ശ്രേണീകരണ സംവിധാനങ്ങളുണ്ട്. അതിലത്തെ ഒന്നാണ് എന്ത്? ജാതി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ജാതി പറഞ്ഞാൽ? ഇന്ത്യയിൽ മാത്രം തന്നെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ശ്രേണിയാണ് എന്ത്? ജാതി പറയണത് അല്ലേ? ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ശ്രേണിയാണ് എന്ത്? ജാതി എന്ന് പറയുന്നത്. അതുപോലെ ജാതി വ്യവസ്ഥയിൽ വ്യത്യസ്ത ജാതികളെയും അതുപോലെ അതിലെ അംഗങ്ങളെയും ഒക്കെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള പല തട്ടുകളായിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ? ജാതിയിൽ എങ്ങനെയാണ്? വ്യത്യസ്ത ജാതികളെയും അതിലെ അംഗങ്ങളെയും ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള പല തട്ടുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിലെ പഴക്കം ചെന്ന സാമൂഹ്യ ശ്രേണീകരണ സമ്പ്രദായങ്ങളിൽ ഒന്നാണെന്ത്? ജാതി അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു സാമൂഹ്യ ശ്രേണീകരണ സമ്പ്രദായമാണ് എന്ത്? ജാതി പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മറ്റൊരു ജാതിയിലേക്ക് മാറ്റം പറ്റൂല അല്ലെ? ഒരു ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ആ ഒരു ജാതിയിൽ തന്നെ തുടരാനേ പറ്റുള്ളൂ. മറ്റൊരു ജാതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവർക്ക് മാറ്റം പറ്റുകയില്ല. അപ്പോൾ അതാണ് കാസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്ലാവറി അല്ലേ? സ്ലാവറി പറഞ്ഞാൽ എന്താ? അടിമത്തം. ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ ശ്രേണീകരണമാണ് അടിമത്തം അല്ലേ? ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ ശ്രേണീകരണ രീതി തന്നെയാണ് അടിമത്തം. വ്യക്തികളുടെ ഉടമസ്ഥാവകാശം മറ്റു ചിലർ ഏറ്റെടുക്കുക അല്ലേ? ഇവിടെ എന്തായിരിക്കുക? വ്യക്തികളുടെ ഉടമസ്ഥാവകാശം മറ്റു ചിലർ ഏറ്റെടുക്കുകയും ചെയ്യും. അതായത് ഉടമകൾ അടിമകളെ തങ്ങൾക്ക് ഉടമസ്ഥാവകാശമുള്ള ഒരു സ്വത്തായിട്ടാണ് അവർ കാണുക അല്ലേ? പ്രാചീന ഗ്രീസിലും അതുപോലെ റോമിലും ഒക്കെ എന്താണ്? അടിമത്തം എന്ന സാമൂഹ്യ ശ്രേണീകരണം നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
ഇന്ന് ലോകത്ത് ഈ ഒരു ശ്രേണീകരണ സമ്പ്രദായം എന്തില്ല, നിലവിലില്ല അല്ലെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ ശ്രേണീകരണമാണ് അടിമത്തം എന്ന് മനസ്സിലാക്കി വെക്കുക. വ്യക്തികളുടെ ഉടമസ്ഥാവകാശം മറ്റു ചിലർ ഏറ്റെടുക്കുക അല്ലെ, അങ്ങനെയുള്ളതാണ് എന്താ അടിമത്തം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അടിമകളെ തങ്ങൾക്ക് ഉടമസ്ഥാവകാശമുള്ള ഒരു സ്വത്തായിട്ട് അവർ മാത്രം കാണുക അല്ലെ. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടിമകളെ അവർ കാണുക. അതുപോലെ പ്രാചീന ഗ്രീസിൽ, റോമിൽ അടിമത്തം എന്ന് പറയുന്നത് സാമൂഹ്യ ശ്രേണീകരണം നിലനിന്നിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്ന് ലോകത്ത് ഈ ഒരു ശ്രേണീകരണ സമ്പ്രദായം എന്തല്ല, നിലവിൽ ഇല്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്ലാസ് അല്ലെ. എന്താ അതിൽ പറയണത്? ആധുനിക സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന പ്രധാന സാമൂഹ്യ ശ്രേണീകരണ രീതിയാണ് ക്ലാസ് അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത്. ഒരേ സാമ്പത്തിക നിലവാരമുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഗ്രൂപ്പാണ് എന്ത്, വർഗം എന്ന് പറയുന്നത് അല്ലെ. ഒരേ സാമ്പത്തിക നിലവാരമുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് വർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്ത് എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ശ്രേണീകരണ രീതിയാണ് എന്ത്, വർഗം അല്ലെ. ലോകത്ത് എല്ലായിടത്തും കാണാൻ കഴിയും നമുക്ക് ഈ ഒരു വർഗം എന്നുള്ള ഒരു ശ്രേണീകരണ രീതി. അതുപോലെ കാൾ മാർക്സ് വർഗങ്ങളെ മുതലാളി വർഗം അതുപോലെ തന്നെ തൊഴിലാളി വർഗം എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. കാൾ മാർക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വർഗങ്ങളെ മുതലാളി വർഗം അതുപോലെ തന്നെ തൊഴിലാളി വർഗം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സ് വെബർ ജീവിതാവസരങ്ങളുടെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വർഗങ്ങൾ രണ്ടിൽ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. മാക്സ് വെബർ എന്താ പറയുന്നത്, ജീവിതാവസരങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വർഗങ്ങൾ രണ്ടിൽ കൂടുതലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഒരു വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്ക് മറ്റൊരു വർഗത്തിലേക്ക് മാറാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലക്കൊന്ന് മെച്ചപ്പെട്ടിട്ട് അദ്ദേഹത്തിന് എന്താവാ, മുതലാളി വർഗത്തിലേക്ക് മാറാം അല്ലേ. അതുപോലെ തന്നെ മുതലാളി വർഗത്തിൽപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലക്ക് നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് എന്താവാ, തൊഴിലാളി വർഗത്തിലേക്ക് തിരിച്ചും പോരാ. അപ്പോൾ ഒരു വർഗം എന്ന് പറയുന്നത് എന്താണ്, ഒരു വർഗത്തിൽ നിന്ന് മറ്റൊരു വർഗത്തിലേക്ക് മാറാൻ കഴിയും. എന്നാൽ നമ്മൾ പറഞ്ഞു കാസ്റ്റ് എന്തല്ല, ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ പറ്റൂല. അതാണ് അത് തമ്മിലുള്ള രണ്ടിൻ്റെ ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എസ്റ്റേറ്റ് അല്ലേ. ഇതിൽ ചില ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് സോഷ്യോളജിക്കൽ തിയറിയിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ. രണ്ടിലും ഏകദേശം സെയിം ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എസ്റ്റേറ്റ് എന്താ നോക്കാം. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ ശ്രേണീകരണ രീതിയാണ് ഈ എസ്റ്റേറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. എന്താ അതിൽ പറയണത്, ഈ ഒരു ഇതനുസരിച്ചിട്ട് സമൂഹത്തെ വിവിധ അടുക്കുകളായിട്ട് അഥവാ എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലേ. അതായത് മതപുരോഹിതന്മാരായിരിക്കും ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഒന്നാമത്തെ തട്ടിൽ, രണ്ടാമത്തതിലോ പ്രഭുക്കന്മാരായിരിക്കും, മൂന്നാമത്തെ തട്ടിലായിരിക്കും സാധാരണ ജനങ്ങൾ അല്ലേ. ഈ മതപുരോഹിതന്മാർക്കും അതുപോലെ തന്നെ പ്രഭുക്കന്മാർക്കും എന്തായിരിക്കും ഒരുപാട് നല്ല എന്താ പറയുക പ്രത്യേക അവകാശങ്ങളും അതുപോലെ അവർക്ക് നികുതി അടക്കുന്നതിലൊക്കെ അവരെ ഒഴിവാക്കും. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഈ നികുതി അടക്കവും വേണ്ടി വരും, അതുപോലെ അവർക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും കിട്ടുകയും ചെയ്യൂല. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് വരെ ഫ്രാൻസിൽ എന്തായിരുന്നു, ഈ എസ്റ്റേറ്റ് സമ്പ്രദായമാണ് നിലനിന്നിരുന്നത് അല്ലേ. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് വരെ എവിടെയായിരുന്നു, ഫ്രാൻസിൽ ഈ ഒരു എസ്റ്റേറ്റ് സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി അവിടെ ഓർത്തു വെക്കുക. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് പറഞ്ഞാൽ എന്താ അർത്ഥം, വ്യത്യാസം. അതായത് ചില ശ്രേണീകരണ രീതികളിലൊക്കെ വ്യത്യാസങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, സമൂഹത്തിലെ അംഗങ്ങളെയും അതുപോലെ ഗ്രൂപ്പുകളെയും ഒക്കെ തിരശ്ചീനമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടോ ഒക്കെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു രീതിയായിരിക്കും അവിടെ. അതുപോലെ ഭാഷ, മതം, ദേശം എന്നിവയുടെയൊക്കെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ക്രമീകരണം സാധ്യമാണ്. കാരണം എന്താണ്, ഇവയൊന്നും ഒരു ശ്രേണീപരമായിട്ട് വർഗീകരിക്കാൻ സാധ്യമല്ല അല്ലേ. ഇതൊന്നും ഒരു ശ്രേണീപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വർഗീകരിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഡിഫറൻസ് എന്നാൽ സമൂഹത്തെ തിരശ്ചീനമോ അല്ലെങ്കിൽ പ്രത്യേകമോ ആയിട്ടുള്ള അടുക്കുകളായിട്ട് വിഭജിക്കലാണ് അല്ലേ. അടുക്കുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റ അല്ലേ. അതുപോലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, സമൂഹത്തെ തിരശ്ചീനമോ അല്ലെങ്കിൽ പ്രത്യേകമോ ആയിട്ടുള്ള അടുക്കുകളായിട്ട് വിഭജിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഈ ഒരു ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഭാഗത്തിലെ അടുക്കുകൾ ലംബനമായിട്ടോ അല്ലെങ്കിൽ ശ്രേണീപരമായിട്ടോ ക്രമീകരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ മതേതര ഇന്ത്യയിൽ എന്താ പറയുക മതങ്ങൾ ഡിഫറൻസിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. മതേതര ഇന്ത്യയിൽ മതങ്ങളാണ് ഡിഫറൻസിൻ്റെ ഉദാഹരണം. കാരണം ഇന്ത്യയിൽ മതങ്ങളെ ശ്രേണി രീതിയിലല്ല ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ മതവും എന്താണ്, ഒന്ന് മറ്റൊന്നിൽ നിന്നും സ്വതന്ത്രവും വേറിട്ട് നിൽക്കുന്നതുമാണ് അല്ലേ. അതുപോലെ തന്നെ ദീപങ്കർ ഗുപ്തയുടെ അഭിപ്രായത്തിൽ സാമൂഹ്യ ശ്രേണീകരണം മനസ്സിലാക്കുമ്പോൾ വ്യത്യാസം പ്രധാനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക സാമൂഹ്യ ശ്രേണീകരണം മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലേ, ദീപക് ഗുപ്തയുടെ അഭിപ്രായത്തിൽ. ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ ആ ഒരു ഭാഗത്ത് എഴുതി വെക്കുക.
അടുത്തതാണ് ഇനീക്വാലിറ്റി അല്ലെ. ഇനീക്വാലിറ്റി പറഞ്ഞാൽ എന്താ? അസമത്വം അല്ലെ. എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്? അസമത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള സ്ഥാനങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട് അല്ലെ. സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതും ഒക്കെ ഉള്ള സ്ഥാനങ്ങൾക്ക് കാരണമാകുന്നതാണ് അസമത്വം അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സാമൂഹ്യ വിഭവങ്ങളുടെ അസമമായിട്ടുള്ള വിതരണമാണ് സാമൂഹ്യ അസമത്വത്തിന്റെ പ്രധാന കാരണം. അപ്പോൾ സാമൂഹ്യ അസമത്വത്തിന്റെ പ്രധാന കാരണം എന്താണ്? സാമൂഹ്യ വിഭവങ്ങളുടെ അസമമായിട്ടുള്ള വിതരണം അല്ലെ, ഒരേ രീതിയിലല്ലാത്ത വിതരണം. അതുപോലെ സാമൂഹ്യ വിഭവങ്ങളായിട്ടുള്ള സ്വത്ത്, അതുപോലെ വരുമാനം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ അധികാരം എന്നിവയുടെയൊക്കെ അസമമായ വിതരണം എന്താവും? സമൂഹത്തിൽ അസമത്വം ഉണ്ടാക്കും അല്ലെ. അതുപോലെ തന്നെ സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നത് ഒരു ബഹുമുഖവും അതുപോലെ തന്നെ ചലനാത്മകവുമായിട്ടുള്ള പ്രതിഭാസമാണ്. സാമൂഹ്യ അസമത്വം എന്താണ്? ഒരു ബഹുമുഖവും അതുപോലെ തന്നെ ചലനാത്മകവുമായിട്ടുള്ള പ്രതിഭാസമാണ്. അതുപോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ പോലും എന്തുണ്ടാവും? സമത്വവും അസമത്വവും നിലനിൽക്കും അല്ലെ. ഒരു കുടുംബത്തിൽ ചിലപ്പോൾ അസമത്വം ഉണ്ടാവാം, അല്ലെങ്കിലോ സമത്വം ഉണ്ടാവാം. അതുപോലെ തന്നെ സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ അടിസ്ഥാനം എന്താണ്? അസമത്വമാണ്. കാരണം സമൂഹത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന അസമത്വത്തിന്റെ രീതികളാണ് എന്ത്? സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ അസമത്വമാണ്. കാരണം സമൂഹത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന അസമത്വത്തിന്റെ രീതികളാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹൈറാർക്കി അല്ലെ. ഹൈറാർക്കി പറഞ്ഞാൽ എന്താ? ശ്രേണി. ഒരു തരം സാമൂഹ്യ ശ്രേണീകരണ രീതി തന്നെയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അസമത്വം അതുപോലെ ശ്രേണി എന്നിവയൊക്കെ എന്താണ്? സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ അടിസ്ഥാനമാണ് എന്നാണ് P.A. സൊറോക്കിൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? അസമത്വം, ശ്രേണി ഇതൊക്കെ എന്താണ്? സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ ഒരു അടിസ്ഥാനമാണ് എന്നാണ് പിട്രിം എ സൊറോക്കിൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നെയിം കേട്ടോ. അതുപോലെ വിവിധ പാളികൾ എന്താ ലംബനമായിട്ട് ക്രമീകരിക്കുന്ന ഒരേ ഒരു സാമൂഹ്യ ശ്രേണീകരണ രീതിയാണ് ഹൈറാർക്കി. വിവിധ പാളികൾ ലംബനമായിട്ട് ക്രമീകരിക്കുന്ന ഒരേ ഒരു സാമൂഹ്യ ശ്രേണീകരണ രീതിയാണ് എന്ത്? ഹൈറാർക്കി എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇങ്ങനെ എന്താ പറയാ, ലംബാകൃതിയിൽ ക്രമീകരിക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ ഉയർന്നത് താഴ്ന്നതുമായിട്ടുള്ള പല അടുക്കുകളായിട്ട് സമൂഹത്തെ വിഭജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുമാനം, അന്തസ്സ് എന്നിവ ശ്രേണി രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ ലൂയി ഡ്യൂമോണ്ടിന്റെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥയിൽ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങളാണ് സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള സ്ഥാനങ്ങളെ നിർണ്ണയിക്കണമെന്നാണ് ആര് പറഞ്ഞത്? ലൂയി ഡ്യൂമോണ്ട് പറഞ്ഞത് അല്ലെ. അതുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥാക്കുന്നത്? ജാതി എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിക്ക് അല്ലെങ്കിൽ ഒരു ശ്രേണിക്ക് ഉദാഹരണമാണ്. കാരണം വ്യത്യസ്ത ജാതികളെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള തട്ടുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതുപോലെ അധികാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശ്രേണിയിൽ മുകളിലുള്ളവർക്ക് താഴെയുള്ളവരെക്കാൾ ശക്തിയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ള അവസാന തട്ട് വരെ എന്ത് ചെയ്യും? തുടരുന്നുവെന്നും P.A. പിട്രിം എ സൊറോക്കിന് പറയുന്നുണ്ട് അല്ലെ. അധികാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശ്രേണിയിൽ മുകളിലുള്ളവർക്ക് താഴെയുള്ളവരെക്കാൾ ശക്തി ഉണ്ടാവും അല്ലെ. ഏറ്റവും മുകളിലുള്ളവർക്കല്ലേ കാരണം ഏറ്റവും കൂടുതൽ അധികാരവും ശക്തിയൊക്കെ ഉണ്ടാവുക. അത് ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ള, അതായത് അവസാന എന്താ പറയുക തട്ട് വരെ അത് തുടരുന്നതാണ് പിട്രിം എ സൊറോക്കിന്റെ അഭിപ്രായം. അതുപോലെ വരുമാനം, അന്തസ്സ് എന്നിവയൊക്കെ എന്താണ്? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു ശ്രേണീകരണ രീതി നിലനിൽക്കുന്നുണ്ട് അല്ലെ. ഹൈറാർക്കി എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഒക്കെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടെ ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ സ്ട്രക്ചർ അല്ലെ. സാമൂഹ്യ ഘടന എന്താ നോക്കാം. സമൂഹം സംഘടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ് അല്ലെ. സമൂഹം സംഘടിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു പ്രത്യേക രീതിയിലാണ്. സമൂഹത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ള രീതിയാണ് സാമൂഹ്യ ഘടന. സമൂഹം സംഘടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ്. സമൂഹത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹ്യ ഘടന എന്ന് വിളിക്കുന്നത്. അതുപോലെ സാമൂഹ്യ ഘടന എന്നുള്ള സങ്കല്പം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഹെർബർട്ട് സ്പെൻസർ അല്ലെ. ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ് ഈ സാമൂഹ്യ ഘടന എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അതുപോലെ അദ്ദേഹം സമൂഹത്തെ എന്ത് ചെയ്തു? ഒരു ജീവനുള്ള വസ്തുവുമായിട്ട് താരതമ്യം ചെയ്തു അല്ലെ. അദ്ദേഹം ജീവനുള്ള ഒരു വസ്തുവായിട്ടാണ് സമൂഹത്തെ താരതമ്യം ചെയ്തത്. ഏതൊരു ജീവനുള്ള വസ്തുവിനും ഒരു ഘടനയുണ്ടെന്നാണ് സ്പെൻസർ പറയണത്. അതുപോലെ എന്താ പറയാ, ശിരസ്, കൈകാലുകൾ, മറ്റു അവയവങ്ങൾ ഒക്കെ ചേരുമ്പോഴാണ് ജീവനുള്ള ഒരു വസ്തുവിന് ഘടനയുണ്ടാകുന്നത് അല്ലെ. എന്താ പറയാ, ഒരു ജീവനുള്ള വസ്തുവിന് ഒരു ഘടന ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ശിരസ്, അതുപോലെ കൈകാലുകൾ, മറ്റു ശരീരത്തിലെ അവയവങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക? ഒരു ജീവനുള്ള വസ്തുവിന് ഒരു ഘടന ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിനും ഒരു ഘടനയുണ്ട് എന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. അതായത് സമൂഹത്തിന്റെ ഘടന എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അദ്ദേഹം കുടുംബം, മതം, രാഷ്ട്രം തുടങ്ങിയ പരസ്പര ബന്ധിതമായിട്ടുള്ള അനേകം ഭാഗങ്ങൾ ചേർന്നതാണ് സാമൂഹ്യ ഘടന ഉണ്ടാക്കുന്നത്. അതുപോലെ മനുഷ്യന്റെ പ്രവർത്തികളും ബന്ധങ്ങളുമാണ് സാമൂഹ്യ ഘടന സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് സാമൂഹ്യ സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പോൾ
സോഷ്യൽ സ്ട്രക്ചർ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് ആർക്കുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾക്കുണ്ട് അല്ലേ? അതായത് കുടുംബം, അതുപോലെ വിവാഹം, ബന്ധുത്വം, മതം, അതിനൊക്കെ. അതുപോലെ സാമൂഹ്യ ഘടന എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നത് ഹെർബർട്ട് സ്പെൻസർ ആണെങ്കിലും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ വിശകലനം ചെയ്തത് എമിൽ ഡർക്കിമാണ് അല്ലേ? സാമൂഹ്യ ഘടന എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ വിശകലനം നടത്തിയതൊക്കെ ആരാണ്? എമിൽ ഡർക്കിമാണ്. അതുപോലെ വ്യത്യസ്ത സോഷ്യോളജിസ്റ്റുകൾ സാമൂഹ്യ ഘടനക്ക് വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. റാഡ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞത് സാമൂഹ്യ ഘടന എന്ന് പറഞ്ഞാൽ സ്ഥാപനവൽകൃതമായിട്ട് നിയന്ത്രിതമായിട്ടുള്ള ബന്ധമുള്ള നിലയിൽ ആളുകളെ ക്രമീകരിക്കലാണ് എന്നാണ് ആര് പറഞ്ഞത്? റാഡ്ക്ലിഫ് ബ്രൗണ് സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞത്. എന്നാൽ റാഡ്ക്ലിഫ് ബ്രൗണ് സാമൂഹ്യ ഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഊന്നൽ നൽകിയിട്ടുള്ളത് സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങൾക്കുമാണ് അല്ലേ? അദ്ദേഹം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനത്തിലൂടെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് അല്ലേ? അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ക്രമീകരണമാണ് അത്. അതുപോലെ മോറിസ് ജിൻസ്ബർഗിന്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ സമൂഹമായിട്ട് തീരുന്ന പ്രധാന ഗ്രൂപ്പുകളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും മിശ്രമാണ് സാമൂഹ്യ ഘടന എന്നാണ് ആര് പറയണത്? മോറിസ് ജിൻസ്ബർഗിന്റെ അഭിപ്രായം. ഇവിടെ ജിൻസ്ബർഗ് എന്താ ചെയ്യണത്? അദ്ദേഹം ഊന്നൽ നൽകിയത് സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും സാമൂഹ്യ ഗ്രൂപ്പുകൾക്കുമാണ് അല്ലേ? നമ്മൾ പറഞ്ഞു പിന്നെ റാഡ്ക്ലിഫ് ബ്രൗൺ സാമൂഹ്യ ഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഊന്നൽ കൊടുത്തിട്ടുള്ളത് സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കുമാണ്. ഇദ്ദേഹം എന്തിനാ കൊടുത്തത്? സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും അതുപോലെ സാമൂഹ്യ ഗ്രൂപ്പുകൾക്കുമാണ് കൊടുത്തത്. ചുരുക്കി പറയുകയാണെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങളും ഈ സാമൂഹ്യ ബന്ധങ്ങളും സാമൂഹ്യ ഗ്രൂപ്പുകളും നിയന്ത്രണങ്ങളും സാമൂഹ്യ ശ്രേണീകരണവും ഒക്കെ അടങ്ങുന്നതാണ് എന്ത്? സോഷ്യൽ സ്ട്രക്ചർ അല്ലേ? എന്തൊക്കെയാണ്? സാമൂഹ്യ സ്ഥാപനങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യ ഗ്രൂപ്പുകൾ, നിയന്ത്രണങ്ങൾ അല്ലേ? അതുപോലെ സാമൂഹ്യ ശ്രേണീകരണം, ഇതൊക്കെ അടങ്ങുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കുക. അതുപോലെ സാമൂഹ്യ ശ്രേണീകരണം സാമൂഹ്യ ഘടനയുടെ ഭാഗമാണ്. അതുപോലെ സമൂഹത്തിലെ വ്യത്യസ്ത ശ്രേണിയിലുള്ളവർ തമ്മിലുള്ള ബന്ധവും സാമൂഹ്യ വിഭവങ്ങളുടെ വിതരണവും നിർണ്ണയിക്കുന്നതൊക്കെ ഈ ഒരു സാമൂഹ്യ ശ്രേണീകരണമാണ്. അപ്പം നിങ്ങൾ ഞാൻ ചില ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ ഒരുപാട് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കത്തെ ഏറ്റവും പഠിക്കാൻ സിമ്പിളായിട്ടുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റസ് അല്ലെ? സ്റ്റാറ്റസ് പറഞ്ഞാൽ എന്താ? പദവി. മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വ്യത്യസ്ത സാമൂഹ്യ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താ മാക്സ് വെബർ പറഞ്ഞത്? ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സാമൂഹ്യ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ബഹുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ അന്തസ്സിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് വില കൽപ്പിക്കും അല്ലേ? ബഹുമാനത്തിൻ്റെ അല്ലെങ്കിൽ അന്തസ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ ഒരു വിഭാഗം എന്ത് ചെയ്യും? മറ്റൊരു വിഭാഗത്തിന് വില കൽപ്പിക്കും. ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ എന്താ പറയുക അതിൽ ഉൾപ്പെടുന്ന വ്യക്തിക്കോ സമൂഹം കൽപ്പിക്കുന്ന സ്ഥാനമാണ് പദവി അല്ലേ? ഇത്തരത്തിലൊരു ഗ്രൂപ്പിൽ അതായത് പിന്നെ ബഹുമാനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അന്തസ്സിന്റെ പേരിലോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുക? സമൂഹം കൽപ്പിക്കുന്ന ഒരു സ്ഥാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പദവി എന്ന് വിളിക്കുന്നത്. അതുപോലെ സങ്കീർണമായിട്ടുള്ള ആധുനിക സമൂഹത്തിൽ ആളുകളുടെ ജീവിത രീതിയിലൂടെയാണ് പദവി പ്രകടമാകുന്നതെന്നാണ് വെബർ പറയുന്നത് അല്ലെ? സങ്കീർണമായിട്ടുള്ള ആധുനിക സമൂഹത്തിലെ ആളുകളുടെ ജീവിതത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ജീവിത രീതിയിലൂടെയാണ് പദവി പ്രകടമാകുന്നതെന്നാണ് വെബർ പറയുന്നത്. അതുപോലെ പാർപ്പിടം, വസ്ത്രം, സംസാര രീതി, തൊഴിൽ എന്നിവ പോലുള്ള പദവികളുടെ അടയാളങ്ങളും ചിഹ്നങ്ങളും മറ്റുള്ളവരുടെ കണ്ണിൽ എന്താണ്? ഒരു വ്യക്തിയുടെ സാമൂഹ്യ നില രൂപപ്പെടുന്നതായിട്ട് കാണും അല്ലേ? ഓരോരുത്തരുടെ പാർപ്പിടം, പാർപ്പിട സൗകര്യം എത്രമാത്രം ഉണ്ട് എന്നനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു വ്യക്തിക്ക് സ്ഥാനം നിർണ്ണയിക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ വസ്ത്രധാരണ രീതി, അതുപോലെ ഓരോരുത്തരുടെ സംസാര രീതി, അതുപോലെ ഓരോരുത്തരുടെ തൊഴിൽ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഓരോരുത്തരുടെയും പദവി എന്ത് ചെയ്യുക? നിർണ്ണയിക്കുക. അതുപോലെ തന്നെ സമൂഹത്തിലെ ജീവിത രീതി, ജീവിത അവസരങ്ങൾ എന്നിവയുമായിട്ടൊക്കെ അടിസ്ഥാനത്തിലാണ് വെബർ സാമൂഹ്യ ശ്രേണീകരണം എന്ത് ചെയ്തിട്ടുള്ളത്? വിശദീകരിക്കുന്നത് എന്നും കൂടെ ഓർത്തു വെക്കുക. ഇതുവരെ നമ്മൾ പറഞ്ഞത് 1ാമത്തെ മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി 2ാമത്തെ മൊഡ്യൂളത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കതിൽ കാസ്റ്റ് സിസ്റ്റം അല്ലേ? കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാമൂഹ്യ ശ്രേണീകരണ രീതിയാണ് ജാതി. അതുപോലെ കാസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം കാസ്റ്റ അല്ലേ? CASTA എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശുദ്ധ ഇനം എന്നാണ് ഈ ഒരു പദത്തിൻ്റെ അർത്ഥം അല്ലേ? കാസ്റ്റ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ശുദ്ധ ഇനം എന്നാണ് അർത്ഥം. അതുപോലെ ഇന്ത്യയിൽ ഹൈന്ദവ സമൂഹം പല ജാതി ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ത്യയിൽ ഹൈന്ദവ സമൂഹം പല ജാതി ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 3000 വർഷങ്ങൾ പഴക്കമുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ജാതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അല്ലേ? 3000 വർഷം പഴക്കമുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്നാണ് ജാതിയുടെ തുടക്കം
അതുപോലെ വർണ്ണവ്യവസ്ഥയിൽ ജനങ്ങളെ 4 വർണ്ണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. വർണ്ണവ്യവസ്ഥയിൽ ജനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, 4 വർണ്ണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ബ്രാഹ്മണർ, രണ്ടാമത് ക്ഷത്രിയർ, മൂന്നാമത്തത് വൈശ്യർ, നാലാമത്തത് ശൂദ്രർ അല്ലേ. വർണ്ണവ്യവസ്ഥ അനുസരിച്ച് 4 വിഭാഗങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നെങ്ങനെയാണ്? ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും ഒക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ജാതിൻ്റെ കുറച്ച് ഡെഫിനിഷൻ കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കണം. CH കൂലെ, അതുപോലെ ഹെർബർട്ട് സ്പെൻസർ, അതുപോലെ മാക്ലവർ, GS ഗുരെ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാരൊക്കെ എന്താ പറയുക, ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ ഒരു ഡെഫിനിഷൻ നോക്കാം. CH കൂലെ പറയുന്നത് ഒരു വർഗം കർക്കശമായിട്ട് പാരമ്പര്യമായ സിദ്ധമാകുമ്പോൾ അല്ലേ, പാരമ്പര്യ സിദ്ധമാകുകയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയാൻ പറ്റും, അതിനെ ജാതി എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. ഒരു വർഗം കർക്കശമായിട്ട് പാരമ്പര്യ സിദ്ധമാകുകയാണെങ്കിൽ നമുക്കതിനെ ജാതി എന്ന് വിളിക്കാൻ പറ്റും എന്നാണ് CH കൂലെ പറയുന്നത്. അതുപോലെ മജുംദാർ പറയുന്നത് ഒരു അടഞ്ഞ സംഘമാണ് ജാതി എന്നാണ് മജുംദാർ പറയുന്നത്. ഒരു അടഞ്ഞ സംഘമാണ് ജാതി എന്നാണ് ആര് പറഞ്ഞത്? മജുംദാർ പറഞ്ഞത്. എന്നാൽ കേൽക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്കിൽ ജാതിയെ 2 സ്വഭാവങ്ങളുള്ള ഒരു സാമൂഹ്യ ഗ്രൂപ്പായിട്ട് നിർവചിക്കുന്നുണ്ട് അല്ലേ. കേൽക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ ജാതിയെ 2 സ്വഭാവമുള്ള ഒരു സാമൂഹ്യ ഗ്രൂപ്പായിട്ട് നിർവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംഗത്വം അംഗങ്ങളിൽ നിന്ന് ജനിച്ചവരിൽ മാത്രം ഒതുങ്ങുന്നു. അതായത് ജന്മം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കുന്നത് അല്ലേ. എന്താണ്? അംഗത്വം അംഗങ്ങളിൽ നിന്ന് ജനിച്ചവരിൽ മാത്രം ഒതുങ്ങുന്നു. അതായത് ജന്മം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വ്യക്തിൻ്റെയും ജാതിനെ എന്ത് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ സ്വഗണ വിവാഹം, ഗ്രൂപ്പിന് പുറത്ത് നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല അല്ലെ. സ്വഗണ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പിന് പുറത്ത് നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ പൊതുവായിട്ടുള്ള ഒരു പേര് ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളുടെ ഒരു കൂട്ടമാണ് ജാതി എന്നാണ് ആര് പറഞ്ഞത്? റെസ്ലി പറഞ്ഞത്. റെസ്ലി എന്താ പറഞ്ഞത്? പൊതുവായിട്ടുള്ള ഒരു പേര് ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളുടെ കൂട്ടത്തിനെയാണ് ജാതി എന്ന് വിളിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതും കൂടെ ഓർത്തു വെക്കുക. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലൂയിസ് ഡ്യൂമോണ്ട് അല്ലേ. ലൂയിസ് ഡ്യൂമോണ്ട് ആരാണ്? പ്രസിദ്ധനായിട്ടുള്ളൊരു ഫ്രഞ്ച് നരവംശ ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റുമാണ് ലൂയിസ് ഡ്യൂമോണ്ട്. പ്രസിദ്ധനായിട്ടൊരു ഫ്രഞ്ച് നരവംശ ശാസ്ത്രജ്ഞനും സോഷ്യോളജിസ്റ്റുമാണ് ആര്? ലൂയിസ് ഡ്യൂമോണ്ട്. അദ്ദേഹം ഒരു ഇൻഡോളജിസ്റ്റും കൂടിയാണ് അല്ലേ. ലൂയിസ് ഡ്യൂമോണ്ട് ഫ്രഞ്ച് നരവംശ ശാസ്ത്രജ്ഞനാണ്, അതുപോലെ സോഷ്യോളജിസ്റ്റ് ആണ്. അതിൻ്റെ പിന്നാലെ എന്താണ്? അദ്ദേഹം ഒരു ഇൻഡോളജിസ്റ്റും കൂടിയാണ്. അതുപോലെ ഹോമോ ഹൈറാർക്കിക്കസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം സോഷ്യോളജിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭാവനയാണ്. അപ്പോൾ ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലൂയിസ് ഡ്യൂമോണ്ടിൻ്റെ ഒരു ബുക്കാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഹോമോ ഹൈറാർക്കിക്കസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥം സോഷ്യോളജിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭാവനയാണ് ലൂയിസ് ഡ്യൂമോണ്ടിൻ്റെ. അതുപോലെ ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ജാതിയെ കുറിച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലേ. ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജാതിയെ കുറിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, അതുപോലെ ബന്ധുത്വം, ഹൈന്ദവ സംസ്കാരം എന്നിവയെക്കുറിച്ചിട്ടൊക്കെ പഠനം നടത്തുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ആര്? ലൂയിസ് ഡ്യൂമോണ്ട് അല്ലേ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, അതുപോലെ ബന്ധുത്വം, ഹൈന്ദവ സംസ്കാരം എന്നിവയെക്കുറിച്ചിട്ടൊക്കെ പഠനം നടത്തുകയും അതുപോലെ അതിനെ വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ലൂയിസ് ഡ്യൂമോണ്ട്. അതുപോലെ 1966 അദ്ദേഹം ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിക്കുന്നത്. എന്നാണ് ഈ ഹോമോ ഹൈറാർക്കിക്കസ് എന്ന ഗ്രന്ഥം രചിക്കുന്നത്? 1966 ജാതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഡ്യൂമോണ്ട് ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ചില മൂല്യങ്ങളുടെയും ആശയങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു അധികാര ശ്രേണിയാണ് ജാതി വ്യവസ്ഥ എന്നാണ് ലൂയിസ് ഡ്യൂമോണ്ട് പറഞ്ഞത് അല്ലേ. ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ചില മൂല്യങ്ങളുടെയും അതുപോലെ ആശയങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു അധികാര ശ്രേണിയാണ് എന്താ പറയുക, ജാതി വ്യവസ്ഥ എന്നാണ് ആര് പറഞ്ഞത്? ലൂയിസ് ഡ്യൂമോണ്ട് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന സങ്കല്പങ്ങളാണ് ജാതി വ്യവസ്ഥയുടെ അടിത്തറ എന്നും അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. ലൂയിസ് ഡ്യൂമോണ്ടിൻ്റെ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന സങ്കല്പങ്ങളാണ് ജാതി വ്യവസ്ഥയുടെ അടിത്തറ എന്ന് കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഡ്യൂമോണ്ട് ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സെലസ്റ്റിൻ ബുഗിൾ, അതുപോലെ ഹൊഗാർട്ട് എന്നിവരുടെ പഠനങ്ങളൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലൂയിസ് ഡ്യൂമോണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജാതി വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ച ആളാണ്. അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത് സെലസ്റ്റിൻ, അതുപോലെ തന്നെ ബുഗിൾ, അതുപോലെ ഹൊഗാർട്ട് ഇവരുടെയൊക്കെ പഠനങ്ങളെ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് അദ്ദേഹം പഠനം നടത്തിയിട്ടുള്ളതെന്ന് കൂടെ ഓർത്തു വെക്കുക.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യൽ തിയറി അല്ലേ. ഇത് നിങ്ങൾക്ക് എന്താവാ ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 5 മാർക്കിന് തന്നെ ചോദിക്കാം. അതായത് ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെ കുറിച്ചിട്ട് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെ കുറിച്ചിട്ടുള്ള പ്രധാന സിദ്ധാന്തങ്ങളാണ് ഇനി വരുന്ന ഈ ഒരു 4-5 ക്വസ്റ്റ്യൻ. അതായത് റേഷ്യൽ തിയറി, ഒക്കുപേഷണൽ തിയറി, ട്രഡീഷണൽ തിയറി, റിലീജിയസ് തിയറി, അതുപോലെ പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ 5 മാർക്കിന് വന്നാലും നിങ്ങൾക്ക് എഴുതേണ്ട പോലെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് നോക്കുക, റേഷ്യൽ തിയറി അല്ലേ. ജാതിയുടെ എന്താ പറയുക ഉത്ഭവത്തെ കുറിച്ചിട്ടുള്ള വംശീയ സിദ്ധാന്തം അല്ലേ. റേഷ്യൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താ വംശീയ സിദ്ധാന്തം. അത് കൊണ്ടുവന്ന ആളാണ് ഹെർബർട്ട് റിസ്ലി, അതുപോലെ തന്നെ ധീരേന്ദ്രനാഥ് മജുംദാർ അല്ലേ. അപ്പോൾ മജുംദാർ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ജാതിയുടെ ഉത്ഭവത്തെ കുറിച്ചിട്ടുള്ള റേഷ്യൽ തിയറി കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളാണ് ഹെർബർട്ട് റിസ്ലെയും അതുപോലെ തന്നെ മജുംദാറും. പക്ഷേ ഈ 2 ചിന്തകന്മാരും ജാതിയുടെ ഉത്ഭവത്തെ കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. ഹെർബർട്ട് റിസ്ലെയുടെ അഭിപ്രായത്തിൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ 4 വർഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആര്യന്മാർ ഇന്ത്യയിൽ അധിവാസം ഉറപ്പിച്ചോളം അവയെ എന്തായി വംശങ്ങളായിട്ട് കണക്കാക്കി അല്ലേ. അവർ വരുന്നതിൻ്റെ മുന്നേ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ അവർ 4 വർഗങ്ങളായിട്ട് വിഭജിച്ചു. പക്ഷെ ആര്യന്മാർ ഇന്ത്യയിൽ അധിവാസം ഉറപ്പിച്ചപ്പോൾ എന്തായി അതൊക്കെ 4 വംശങ്ങളായിട്ട് കണക്കാക്കി. റിസ്ലന്റെ അഭിപ്രായത്തിൽ ജാതിയും വംശവും എന്താണ് പരസ്പരം ബന്ധമുണ്ട് എന്നാണ് റിസ്ലെ പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഉയർന്ന ജാതിക്കാർക്കെല്ലാം ഇൻഡോ ആര്യൻ വംശനും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർ നെഗ്രിറ്റോ, മംഗ്ലോയിഡ് പോലുള്ള വംശീയ വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്നാണ് ഹെർബർട്ട് റിസ്ലെ പറയണത് അല്ലേ. അതുപോലെ തന്നെ മജുംദാറിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ തുടക്കം ആര്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് തുടക്കം കൊണ്ടത്? ആര്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ആര്യന്മാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതോട് കൂടിയിട്ട് അവർ ഒരു പ്രത്യേക വംശമായിട്ട് മാറി എന്നാണ് മജുംദാർ വിശ്വസിക്കുന്നത്. അതുപോലെ ആര്യന്മാർ അവരുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് 2 വ്യത്യസ്ത ഗ്രൂപ്പുകൾ എന്ത് ചെയ്തു, ഗ്രൂപ്പുകളും ക്രമങ്ങളും ഉണ്ടാക്കി അല്ലേ. അതായത് ആര്യന്മാർ ഇൻഡോ ആര്യൻ വംശജര്, അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ദാസന്മാർ അല്ലേ. ആര്യന്മാർ പറഞ്ഞാൽ ഇൻഡോ ആര്യൻ വംശജര്, ദാസന്മാർ എന്ന് പറഞ്ഞാലോ ആര്യന്മാരല്ലാത്തവരെ ദാസന്മാരായിട്ട് കണക്കാക്കി അല്ലേ. അപ്പോൾ ഇങ്ങനെ ആര്യന്മാർ, ദാസന്മാർ എന്നിങ്ങനെ 2 പ്രത്യേക വംശങ്ങളായിട്ട് അവർ മാറി. പിന്നീട് എന്തായി ആര്യവർണ്ണത്തെ ദാസവർണ്ണത്തിൽ നിന്നും വേർതിരിക്കുന്ന വർണ്ണ വ്യവസ്ഥയായിട്ടത് മാറുകയും ചെയ്തു. ഇതാണ് റാഷ്യൽ തിയറിയിൽ പറയുന്നത്. ഇനി അടുത്ത തിയറിയാണ് ഒക്കുപേഷണൽ തിയറി അല്ലേ. അതായത് ജാതിൻ്റെ ഉത്ഭവത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ഈ ഒരു ഒക്കുപേഷണൽ തിയറി മുന്നോട്ട് വെച്ചത് നെസ്ഫീൽഡ് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അദ്ദേഹം പറയണത് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളാണ് ജാതി വ്യത്യാസങ്ങളുടെ അടിസ്ഥാനം എന്നാണ് അദ്ദേഹം പറയണത്. എന്താ പറഞ്ഞത്? ജാതിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളുടെ അടിസ്ഥാനം തൊഴിലുകളാണ് ജാതി വ്യത്യാസങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ആര് പറഞ്ഞത്? നെസ്ഫീൽഡ് പറഞ്ഞത്. അതുപോലെ ആര്യന്മാരുടെ അധിനിവേശത്തിനൊക്കെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ എന്ത് വന്നിട്ടുള്ളത്? ജാതി വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആര്യന്മാരുടെ അധിനിവേശത്തിനൊക്കെ ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥക്ക് തുടക്കം കുറിക്കുന്നത് എന്നാണ് നെസ്ഫീൽഡ് പറയുന്നത്. അതുപോലെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിലെ തദ്ദേശീയരുമായിട്ടൊക്കെ ഇടപഴകിയിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ എന്തായി? അപ്രത്യക്ഷമായിട്ട് മാറി. അതുപോലെ തന്നെ അശുദ്ധമായിട്ട് കരുതുന്ന വളരെ തരം താഴ്ന്ന തൊഴിലുകളൊക്കെ ചെയ്യുന്നവരെയാണ് താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ ശൂദ്രന്മാരായിട്ടൊക്കെ കണക്കാക്കിയത്. അതുപോലെ വളരെ മഹത്തായിട്ടുള്ള തൊഴിലുകൾ എന്ന് കരുതുന്ന ക്ഷേത്രത്തിലെ പുരോഹിതന്, അതുപോലെ അധ്യാപകര്, ഇവരൊക്കെ എന്താണ്? ഉയർന്ന ജാതിക്കാരായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജാതി വ്യവസ്ഥയിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതെന്നാണ് നെസ്ഫീൽഡിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അല്ലേ. ഇങ്ങനെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർന്നത് താഴ്ന്നത് എന്നുള്ള ഒരു ശ്രേണിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത് എന്നാണ് നെസ്ഫീൽഡിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇനി അടുത്ത തിയറിയാണ് ട്രഡീഷണൽ തിയറി അല്ലേ. ട്രഡീഷണൽ തിയറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥക്ക് ദൈവികമായിട്ടുള്ള ഒരു ഉത്ഭവമാണുള്ളതെന്നാണ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. അതായത് വേദങ്ങളിലെ പരാമർശം അനുസരിച്ച് ദൈവമാണ് വ്യത്യസ്ത ജാതികളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. വേദങ്ങളിലെ പരാമർശം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദൈവമാണ് വ്യത്യസ്തമായിട്ടുള്ള ജാതികളെയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം അനുസരിച്ചിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവാണ് എന്ത്
എന്ത് ചെയ്തിട്ടുള്ളത്, ജാതികളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവാണ് ജാതികളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് സമൂഹത്തിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിൽ മനുഷ്യർ സൗഹാർദ്ദപരമായിട്ട് അവരുടെ സാമൂഹ്യമായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിർവഹിക്കണം. അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നാണ് വ്യത്യസ്ത ജാതികൾ ജനിച്ചത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലെ. ബ്രഹ്മാവിന്റെ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നാണ് വ്യത്യസ്ത ജാതികൾ എന്ത് ചെയ്തിട്ടുള്ളത്, ജനിച്ചിട്ടുള്ളത്. അതുപോലെ ബ്രാഹ്മണര് ബ്രഹ്മാവിന്റെ വായിൽ നിന്നാണ് ജന്മമെടുത്തത് എന്നാണ് പറയുന്നത്. ബ്രാഹ്മണര് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ബ്രഹ്മാവിന്റെ വായിൽ നിന്നാണ് ജന്മമെടുത്തത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്ഷത്രിയർ ജനിച്ചത് ബ്രഹ്മാവിന്റെ കരങ്ങളിൽ നിന്നാണ്. അതുപോലെ വൈശ്യർ തുടകളിൽ നിന്നും ശൂദ്രന്മാർ കാൽപാദങ്ങളിൽ നിന്നുമാണ് ജന്മമെടുത്തതെന്ന് വിശ്വസിക്കുന്നു അല്ലെ. അപ്പൊ ശൂദ്രന്മാർ കാൽപാദങ്ങളിലായതുകൊണ്ടാണ് അവർ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളായിട്ട് കണക്കാക്കുന്നതായിരിക്കും ഒരു വിശ്വാസം. അതുപോലെ ശൂദ്രന്മാരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് മറ്റു ജാതിയിലെ അംഗങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിമവേല ചെയ്യുക അല്ലെങ്കിൽ സേവനം നൽകുക എന്നുള്ളതാണ് അല്ലെ. അതുപോലെ ജാതികളെ സൃഷ്ടിച്ചത് ആരാണ്, ബ്രഹ്മാവാണ് അല്ലെ. ജാതികളെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. ജാതികൾ മനുഷ്യന്റെ ആഗ്രഹം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റാനൊന്നും സാധിക്കൂല അല്ലെ. ജാതികൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റാൻ പറ്റൂല. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു സിദ്ധാന്തം ധാരാളം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. കാരണം എന്താണ്, ഇത് ജാതിയെ വെറും ദൈവികമായിട്ടാണ് കാണുന്നത്. അതുപോലെ ജാതിയെ കുറിച്ചിട്ടുള്ള സൂപ്പർ നാച്ചുറൽ തിയറി എന്നൊരു വിമർശനവും ഈ ഒരു ട്രഡീഷണൽ തിയറിക്ക് ഉണ്ട്. ഇനി അടുത്ത തിയറിയാണ് റിലീജിയസ് തിയറി അല്ലെ. ഇതിലെന്താ പറയണത്, റിലീജിയസ് തിയറി അവകാശപ്പെടുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നാണ് വ്യത്യസ്ത വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള കാഴ്ചപ്പാടാണ് റിലീജിയസ് തിയറിയിൽ പറയുന്നത്. അതായത് ഋഗ്വേദം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ബ്രഹ്മാവിന്റെ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നാണ്. അതുപോലെ ബ്രാഹ്മണരെ സൃഷ്ടിച്ചതില്ലേ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടാണ് റിലീജിയസ് തിയറിയിൽ പറയുന്നത്. ബ്രഹ്മാവിന്റെ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വ്യത്യസ്ത വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ ബ്രാഹ്മണരെ സൃഷ്ടിച്ചത് എവിടുന്നാണ്, ബ്രഹ്മാവിന്റെ വായിൽ നിന്ന്. ക്ഷത്രിയരെ എവിടുന്ന, കരങ്ങളിൽ നിന്ന്. വൈശ്യരെ എന്താ പറയാ, തുടകളിൽ നിന്ന്. ശൂദ്രന്മാരെ കാൽപാദങ്ങളിൽ നിന്നുമാണ് എന്നാണ് റിലീജിയസ് തിയറിയിൽ പറയുന്നത് അല്ലെ. അതായത് ഈ രീതിയിലാണ് റിലീജിയസ് തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, 4 വർണ്ണങ്ങളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെ, ഋഗ്വേദം അനുസരിച്ച് 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചതെന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നാണ് ജാതികളെ എന്ത് ചെയ്തിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ആരാണ്, ബ്രാഹ്മണരെ. ക്ഷത്രിയരെ എവിടുന്നാണ്, കരങ്ങളിൽ നിന്ന്. വൈശ്യരെ തുടകളിൽ നിന്ന്. അതുപോലെ ശൂദ്രന്മാരെ കാൽപാദങ്ങളിൽ നിന്ന്. ഇതാണ് റിലീജിയസ് തിയറി. ഇനി അടുത്തൊരു തിയറിയാണ് പൊളിറ്റിക്കൽ തിയറി അല്ലെ. എന്താണ് പൊളിറ്റിക്കൽ തിയറിയിൽ പറയുന്നത്, അതായത് ഈ പൊളിറ്റിക്കൽ തിയറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് സമൂഹത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനും ഭരിക്കാനും വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ജാതിയെ സൃഷ്ടിച്ചിട്ടുള്ളത്, ബ്രാഹ്മണർ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് സമൂഹത്തിലെ എന്ത് ചെയ്യുക, നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ അവിടെ ഭരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചതെന്നാണ് പൊളിറ്റിക്കൽ തിയറിയിൽ പറയുന്നത് അല്ലെ. GS ഗുരെ പറയുന്നുണ്ട്, ജാതിയെ ഒരു ബ്രാഹ്മണ ശിശു ആയിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. ജാതിയെ എന്താ കണ്ടത്, ഒരു ബ്രാഹ്മണ ശിശു ആയിട്ടാണ് അദ്ദേഹം കണ്ടത്. അതുപോലെ തന്നെ ബ്രാഹ്മണരാണ് ജാതി വ്യവസ്ഥയുടെ സൃഷ്ടാക്കൾ എന്നാണ് GS ഗുരെ പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡോ ആര്യൻ സംസ്കാരം വളർന്നത് ഗംഗാ സമതലത്തിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണർ അതിനെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പിന്നെ എത്തിച്ചതാണ് അല്ലെ. ബ്രാഹ്മണരാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ജാതിയെ ഇന്ത്യയിലേക്കും എത്തിച്ചിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ തിയറിയിലെ കാഴ്ചപ്പാട്. പക്ഷെ ബ്രാഹ്മണര് രാഷ്ട്രീയ അധികാരമോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ ഒക്കെ കൈയാളിയിരുന്നില്ലെന്ന് വിമർശനം ഈ സിദ്ധാന്തത്തിനുണ്ട് അല്ലെ. ബ്രാഹ്മണര് രാഷ്ട്രീയ അധികാരോ സ്ഥാനങ്ങളോ ഒന്നും കൈയാളിയിരുന്നില്ല എന്നുള്ളൊരു വിമർശനം ഈ ഒരു സിദ്ധാന്തത്തിനുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണര് പുരോഹിതന്മാരുടെ ചുമതലയാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്ഷത്രിയര് യോദ്ധാക്കളോ അല്ലെങ്കിൽ ഭരണവർഗമോ ആയിരുന്നു. അതുപോലെ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട മറ്റെല്ലാ സാധാരണക്കാരും ഉൾപ്പെട്ടിരുന്നു. അതുപോലെ കച്ചവടം എന്ന് പറയുന്നതായിരുന്നു വൈശ്യരുടെ പ്രധാന തൊഴിൽ. അതുപോലെ മറ്റുള്ള ജാതികൾക്ക് സേവനം ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ അടിമവേല ചെയ്യുക എന്നുള്ളതായിരുന്നു ശൂദ്രന്മാരുടെ ചുമതല. ശൂദ്രന്മാർക്ക് എന്താണ്, അടിമകൾക്ക് സമാനമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഐരാവതി കാർവെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ 4 തരം തിരിക്കുന്ന ഈ റാങ്കിംഗ് സമ്പ്രദായം ഭരണവർഗത്തിന്റെ സൃഷ്ടിയാണെന്നാണ് ഐരാവതി കാർവെ പറയുന്നത് അല്ലെ. 4 ആയിട്ട് ഇങ്ങനെ തരം തിരിക്കുന്ന ഈ റാങ്കിംഗ് സമ്പ്രദായമാണ് എന്താ പറയാ, ഭരണവർഗത്തിന്റെ സൃഷ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിയറീസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യന് GS ഗുരെ അല്ലെ. ഗുരേനെ കുറിച്ചിട്ടൊന്ന് നോക്കാം, 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇന്ത്യയിൽ സ്ഥാപനവൽകൃത സോഷ്യോളജിയുടെ സ്ഥാപകനാണ് ആര്, GS ഗുരെ അല്ലെ. ഇന്ത്യയിൽ സ്ഥാപനവൽകൃത സോഷ്യോളജിന്റെ സ്ഥാപകനാണ് GS ഗുരെ. അതുപോലെ ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി അതിന്റെ ജേണലായിരുന്ന സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്നിവയുടെ സ്ഥാപകനും കൂടിയായിരുന്നു GS ഗുരെ അല്ലെ. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി അതിന്റെ ജേണലായിരുന്ന സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ അതിന്റെ സ്ഥാപകനും
ചിന്തകനും കൂടിയായിരുന്നു GS ഗുരെ. അതുപോലെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി വിഭാഗത്തിന്റെ ആദ്യ തലവനുമായിരുന്നു GS ഗുരെ. അതുപോലെ തന്നെ ഗോത്രങ്ങൾ, കുടുംബം, ബന്ധുത്വം, വിവാഹം, സംസ്കാരം, മതം, ജാതി എന്നിവയെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? GS ഗുരെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിയും വംശവും തമ്മിലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാതിയും വംശവും തമ്മിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പഠനം എന്ന് പറയുന്നത്. അതുപോലെ ജാതി വ്യവസ്ഥക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയ നിർവചനം എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ്. GS ഗുരന്റെ അഭിപ്രായത്തിൽ പറയുന്നത് എന്താണ്? ജാതികൾ സ്വന്തമായിട്ട് മെച്ചപ്പെട്ട ജീവിതമുള്ള ഒരു ഗ്രൂപ്പുകളായിരുന്നു. വർഗത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിലെ അംഗത്വം നിർണ്ണയിക്കുന്നത് ജനനത്തിലൂടെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്താ പറഞ്ഞത്? ജാതികൾ സ്വന്തമായിട്ട് മെച്ചപ്പെട്ട ജീവിതമുള്ള ഗ്രൂപ്പുകളായിരുന്നു. വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിലെ അംഗത്വം നിർണ്ണയിക്കുന്നത് ജനനത്തിലൂടെയാണ് എന്നാണ് GS ഗുരെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വ്യക്തി ജനിച്ച ജാതിക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യം അനുസരിച്ചിട്ടായിരിക്കും വ്യക്തിന്റെ പദവി നിർണ്ണയിക്കുക എന്നും GS ഗുരെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജാതിയുടെ ഭരണസമിതിയെയാണ് ജാതി പഞ്ചായത്ത് എന്ന് വിളിക്കുന്നതെന്നും കൂടെ GS ഗുരേന്റെ ഭാഗത്ത് ഓർത്തു വെക്കുക. അടുത്തതാണ് അംബേദ്കർ അല്ലെ. ഭീംറാവു അംബേദ്കർ. അദ്ദേഹം ഒരു രാഷ്ട്രീയ ചിന്തകനാണ്. അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. നിയമത്തിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതനും കൂടിയാണ് ആര്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ട് അറിയപ്പെടുന്ന ആളും ആരാണ്? അംബേദ്കർ ആണ്. അദ്ദേഹം ഒരു ദളിതനായിരുന്നു അല്ലെ. അംബേദ്കർ എങ്ങനെയായിരുന്നു? ഒരു ദളിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയെയും സമൂഹത്തിലെ അസമത്വത്തെയും കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? ശക്തമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. കാരണം അത് അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? അത് വിമർശിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയെയും സമൂഹത്തിലെ അസമത്വത്തെയും കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തിയായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ അരികുവൽക്കരിക്കപ്പെട്ട ദളിതരുടെയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തെ നശിപ്പിക്കുമെന്നും അംബേദ്കർ വിശ്വസിച്ചിട്ടുണ്ട് അല്ലെ. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ തന്നെ നശിപ്പിക്കുമെന്നാണ് അംബേദ്കർ വിശ്വസിച്ചത്. അതുപോലെ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ ഇതൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ 1936 ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് 2 മാർക്കിന് ചിലപ്പോൾ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പൊ 1936 ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയൊക്കെ ഭീംറാവു അംബേദ്കർ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അടുത്താണ് ജ്യോതിബ ഫൂലെ. 19-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ജ്യോതിബ ഫൂലെ. 1827 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1827 മഹാരാഷ്ട്രയിലെ പൂനെയിൽ. അതുപോലെ മാലി എന്ന താഴ്ന്ന ജാതിയിൽപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം തൊട്ടുകൂടായ്മ എന്ന പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ട്? നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. മാലി എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് ആര്? ജ്യോതിബ ഫൂലെ. അതുകൊണ്ട് തന്നെ തൊട്ടുകൂടായ്മ എന്നുള്ള പ്രശ്നം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയും തൊട്ടുകൂടായ്മക്കെതിരെയും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ പോരാടിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടും അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ജാതി ലിംഗ വിവേചനത്തിനെതിരെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൂലെ പരിശ്രമിച്ചിട്ടുണ്ട് അല്ലെ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഫൂലെ പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1873 ജ്യോതിബ ഫൂലെ തുടങ്ങിയ പ്രസ്ഥാനമായിരുന്നു എന്ത്? സത്യശോധക് സമാജം അല്ലെ. സത്യശോധക് സമാജ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 മാർക്കിന് അങ്ങനെയും ചോദിക്കാം. അപ്പൊ 1873 ജ്യോതിബ ഫൂലെ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. അതുപോലെ 1848 ജ്യോതിബ ഫൂലെ താഴ്ന്ന ജാതിയിൽ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്കായിട്ട് എന്ത് ചെയ്തു? ഒരു സ്കൂൾ തന്നെ തുടങ്ങി അല്ലെ. സ്കൂളിൽ അധ്യാപികയായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി ബായി ഫൂലെയാണ് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സ്കൂളിന്റെ അധ്യാപിക ആരായിരുന്നു? അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു അല്ലെ. സാവിത്രി ബായി എന്നാണ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ നെയിം. അതുപോലെ 1851 പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് തന്നെ 2 സ്കൂൾ കൂടി അദ്ദേഹം പിന്നെ ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തോമസ് പെയിനിന്റെ റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തെ വളരെയധികം ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ആയിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ട്. തോമസ് പെയിനിന്റെ റൈറ്റ്സ് ഓഫ് മാൻ. അപ്പോൾ തോമസ് പെയിനിന്റെ ബുക്കാണ് റൈറ്റ്സ് ഓഫ് മാൻ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ സാമൂഹ്യ നീതിയെ കുറിച്ചിട്ടുള്ള ബോധം സമൂഹത്തിനുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളും ദളിതരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാനും അദ്ദേഹത്തിന്
കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സാമൂഹ്യ നീതിയെക്കുറിച്ചിട്ടുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളും ദളിതരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ചിന്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സത്യശോധക് സമാജ് അല്ലെ, അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 1873. അതും കൂടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് EV രാമസ്വാമി നായ്ക്കർ അല്ലെ, അല്ലെങ്കിൽ പെരിയാർ എന്നുള്ള പേരിൽ പറയും, ചിലപ്പോൾ ചുരുക്കിയിട്ട് പെരിയാർ എന്നായിരിക്കും തരിക. അപ്പോൾ EV രാമസ്വാമി നായ്ക്കറെയാണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാക്കി വെക്കുക. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ അല്ലെ. അദ്ദേഹം പെരിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജാതി, വർണ്ണം, എന്താ പറയുക, ബ്രാഹ്മണ മേധാവിത്വം എന്നിവയൊക്കെ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട് അല്ലെ. അദ്ദേഹം പെരിയാർ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജാതി, വർണ്ണം, അതുപോലെ ബ്രാഹ്മണ മേധാവിത്വം ഇതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. അതുപോലെ സംസ്കൃതം പഠിച്ചത് കൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്കൃത ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ അദ്ദേഹം വാരണാസി സന്ദർശിക്കുകയുണ്ടായി. വാരണാസിയിൽ മോശപ്പെട്ട ചില അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ ആര്യന്മാരോടുള്ള പെരുമാറ്റമായിരുന്നില്ല ദ്രാവിഡ വിഭാഗക്കാരോട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട കച്ചവടക്കാരന് ഉണ്ടാക്കിയ ധർമ്മശാലയിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? പുറത്താക്കിയിട്ടുണ്ട് EV രാമസ്വാമി നായ്ക്കറിനെ. ഈ അനുഭവത്തിന് ശേഷം അദ്ദേഹം ജാതി വ്യവസ്ഥയെയും അതുപോലെ തന്നെ വാരണാസിയിലെ ബ്രാഹ്മണ മേധാവിത്വത്തെയൊക്കെ വിമർശനപരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിലയിരുത്തിയിട്ടുണ്ട്. അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ 1922 പെരിയാർ തമിഴ്നാട്ടില് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് മാറുകയാണ്. 1922 പെരിയാർ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുപ്പൂരിൽ വെച്ചിട്ട് നടന്ന കോൺഗ്രസിന്റെ പ്രാദേശിക കൺവെൻഷനിൽ ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്കായിട്ട് ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? തള്ളിക്കളയാണ് ചെയ്തത്. ഇതിനെ എതിർത്തുകൊണ്ട് ഭൂരിഭാഗം വരുന്ന ഭൂരിഭാഗം വരുന്ന ബ്രാഹ്മണന്മാരായിരുന്നു അല്ലെ. കൂടുതലും പേരും എതിർത്തത് ആരായിരുന്നു? ബ്രാഹ്മണന്മാരായിരുന്നു. അങ്ങനെ അദ്ദേഹം 2 ഗ്രന്ഥങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു അല്ലെ. മനുസ്മൃതി, രാമായണം, ഈ 2 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞത് അല്ലെ. മനുസ്മൃതി, രാമായണം എന്നിവ ബ്രാഹ്മണ മേധാവിത്വം നിലനിർത്തുന്ന ഗ്രന്ഥങ്ങളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യേണ്ടത്? ബഹിഷ്കരിക്കണം എന്നാണ് അദ്ദേഹം പറയണത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് അല്ലെ. പെരിയാർ തമിഴ്നാട്ടിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ത്? ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് അല്ലെ. EV രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയാർ തമിഴ്നാട്ടിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വഅഭിമാന പ്രസ്ഥാനം. തമിഴ്നാട്ടിലെ ദ്രാവിഡ ജനവിഭാഗത്തിന്റെ അതിമഹത്തായിട്ടുള്ള ഭൂതകാലത്തെ ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ തമിഴ്നാട്ടിലെ ദ്രാവിഡ ജനവിഭാഗത്തിന്റെ അതിമഹത്തായിട്ടുള്ള ഭൂതകാലത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുപോലെ തമിഴ്നാട്ടിലെ ബ്രാഹ്മണന്മാരില്ലാത്ത ദ്രാവിഡ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്കിടയിൽ അവരുടെ സംസ്കാരത്തെ കുറിച്ചിട്ടും അതുപോലെ പൈതൃകത്തെ കുറിച്ചിട്ടും ഒക്കെ ഒരു അഭിമാനം നിലനിർത്തുക എന്നുള്ളതായിരുന്നു EV രാമസ്വാമി നായ്ക്കറുടെ ലക്ഷ്യം. അതുപോലെ സ്വന്തം സംസ്കാരത്തോടും പൈതൃകത്തോടും ഒക്കെ ഒരു അഭിമാനം ഉണ്ടാക്കിയെടുക്കാനാണ് EV രാമസ്വാമി നായ്ക്കർ എന്ത് ചെയ്തിട്ടുള്ളത്? ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ 1929 EV രാമസ്വാമി നായ്ക്കർ അദ്ദേഹത്തിന്റെ ഈ പരിശ്രമങ്ങളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ 1952 തിരുച്ചിറപ്പള്ളിയിൽ സെൽഫ് റെസ്പെക്റ്റ് പ്രൊപ്പഗാൻഡ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം അല്ലെ. 1952 തിരുച്ചിറപ്പള്ളിയിൽ സെൽഫ് റെസ്പെക്റ്റ് പ്രൊപ്പഗാൻഡ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം തുടങ്ങിയത്. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റിന് 3 വശങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത് ഉത്ഭവം കൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. രണ്ടാമത് പറയുന്നത് അതിന്റെ ലക്ഷ്യം കൊണ്ട് ഇതൊരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു. മൂന്നാമത് പറയുന്നത് ഇതിന്റെ രീതി കൊണ്ട് മതവിരുദ്ധ പ്രസ്ഥാനമാണ് ഇത് എന്നാ പറയുന്നത്. അപ്പോൾ ഉത്ഭവം കൊണ്ട് എന്താണ്? രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ലക്ഷ്യം കൊണ്ട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ്. എന്നാൽ രീതി കൊണ്ട് മതവിരുദ്ധ പ്രസ്ഥാനമായിരുന്നു എന്നാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ തമിഴ്നാട്ടിൽ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് നല്ലൊരു അടിത്തറ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ജന്മം കൊണ്ടുള്ള എല്ലാ വിവേചനങ്ങളെയും അസമത്വങ്ങളെയും ഒക്കെ ഈ പ്രസ്ഥാനം എതിർത്തിട്ടുണ്ട്. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റിനെ കുറിച്ചിട്ട് അത്രയൊക്കെ മനസ്സിലാക്കി വെക്കുക. ഒരുപക്ഷെ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് എന്താവാം? 5 മാർക്കിനും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ. എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ പട്ടികജാതി? സമൂഹമായിട്ട് പുറന്തള്ളപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിനെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ പട്ടികജാതിക്കാർ എന്ന് പറയുന്നത് അല്ലെ. 1928 സൈമൺ കമ്മീഷനാണ് പട്ടികജാതി എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പട്ടികജാതി എന്ന് പറയുന്ന ഈ ഒരു വേർഡ് കൊണ്ടുവന്നിട്ടുള്ളത് 1928 സൈമൺ കമ്മീഷൻ
വിജയനാണ്. അതുപോലെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലും ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 1935 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ ഹിന്ദു മതങ്ങൾക്കിടയിൽ താഴ്ന്ന ജാതിക്കാരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കി. അതുപോലെ താഴ്ന്ന ജാതിയിൽ ജനിച്ച അവരോട് വിവേചനം കാണിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് എന്ത്, ജാതി വ്യവസ്ഥ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയിലെ വിവേചനങ്ങൾ അവഹേളനപരവും അതുപോലെ നിഷേധനാത്മകവുമായിട്ടുള്ള ചൂഷണാത്മകവുമാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ജാതി വ്യവസ്ഥയിലെ വിവേചനങ്ങൾ എന്താണ്, അവഹേളനപരവും അതുപോലെ തന്നെ നിഷേധാത്മകവും ചൂഷണാത്മകവുമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ സാമൂഹ്യ പദവികൾ, സാമ്പത്തിക പദവി തമ്മിലുള്ള അടുത്ത ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന സാമൂഹ്യ പദവിയുള്ള ഉന്നത ജാതിക്കാർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും. എന്നാൽ എന്താണ്, താഴ്ന്ന ജാതിക്കാരെ സംബന്ധിച്ച് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അവരെങ്ങനെയായിരിക്കും, പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാരായിരിക്കും അല്ലെ. ഗാന്ധിജി പട്ടികജാതിക്കാരെ വിളിച്ചത് എന്താണ്, ഹരിജനങ്ങൾ എന്നാണ് വിളിച്ചത്. ഗാന്ധിജി പട്ടികജാതി അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റുകളെ വിളിച്ചത് എന്താണ്, ഹരിജനങ്ങൾ എന്നാണ് വിളിച്ചത്. അതായത് ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഹരിജനങ്ങൾ എന്ന് വിളിച്ചത്. അതുപോലെ ഇന്ത്യയിൽ താഴ്ന്ന ഉയർന്ന സാമൂഹ്യ പദവിയുള്ള ഉന്നത ജാതിക്കാര് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും അല്ലെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അൺടച്ചബിലിറ്റി അല്ലെ. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ദുഷിച്ചിട്ടുള്ള ഒരു വശമാണ് എന്ത്, അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന സങ്കല്പങ്ങളാണ് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനം അല്ലെ. ശുദ്ധി അതുപോലെ തന്നെ അശുദ്ധി എന്ന് പറയുന്ന സങ്കല്പങ്ങളാണ് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനം. അതായത് ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന വിലക്കുകളാണ് തൊട്ടുകൂടായ്മ അല്ലെ. ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് മേലെ എന്ത് ചെയ്യുക, അടിച്ചേൽപ്പിക്കുന്ന വിലക്കുകളാണ് തൊട്ടുകൂടായ്മ. ഇതൊരു സാമൂഹ്യ ബഹിഷ്കരണ രീതിയാണ് അല്ലെ. സാമൂഹ്യ ബഹിഷ്കരണ രീതിയാണ് അൺടച്ചബിലിറ്റി. അതായത് എന്താ പറയുക, താഴ്ന്ന ജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്, അതുപോലെ പൊതുവഴി ഉപയോഗിക്കരുത്, താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കല്, ഇതൊക്കെയാണ് എന്ത്, അൺടച്ചബിലിറ്റിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. എന്താണ് ഈ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ, അതായത് തൊട്ടുകൂടായ്മ ഒരു ബഹിഷ്കരണ രീതിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റൂല, അതുപോലെ പൊതുവഴി അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല, അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക, ഇതൊക്കെയാണ് അൺടച്ചബിലിറ്റിന്റെ ഉദാഹരണങ്ങൾ. അപ്പൊ എന്താണ് ഇതിനോട് അനുബന്ധിച്ച് വരുന്നതാണ് ബഹിഷ്കരണം അല്ലെ. തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ബഹിഷ്കരണ രീതിയാണ്. കാരണം എന്താണ്, താഴ്ന്ന ജാതിക്കാരെ പല സാമൂഹ്യ ഇടപെടലുകളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒന്നാണ് തൊട്ടുകൂടായ്മ. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനം പാടില്ല, പൊതുവഴി ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പൊതു കിണർ അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് ബഹിഷ്കരണ രീതി എന്ന് പറയുന്നത്. പിന്നെ അവഹേളനം എന്ന് പറഞ്ഞാലോ, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് ഒരു അവഹേളന രീതിയും കൂടിയാണ്. തൊട്ടുകൂടായ്മ എന്താ പറയുക, താഴ്ന്ന ജാതിക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, അവഹേളിക്കുകയാണ് ചെയ്യണത് അല്ലെ. അതായത് നല്ല വസ്ത്രം ധരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റൂല, താഴ്ന്ന ജാതിക്കാർക്ക് പറ്റൂല, ചെരുപ്പ് ധരിക്കാൻ അവർക്ക് പറ്റൂല, അതുപോലെ ഉയർന്ന ജാതിക്കാരുടെ മുന്നിൽ ശിരസ് കുനിച്ചെന്ത് ചെയ്യണം, അവർ നിൽക്കണം. അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാരെ കാണുമ്പോൾ അവർ തലക്കെട്ട് അയച്ചു മാറ്റിയിട്ടൊക്കെ നിൽക്കണം. അതൊക്കെയാണ് അവഹേളനത്തിൽ പറയുന്നത്. അതുപോലെ ചൂഷണം എന്ന് പറഞ്ഞാലോ, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് ഒരു ചൂഷണ രീതിയും കൂടിയാണ്. ഉയർന്ന ജാതിക്കാർ എന്ത് ചെയ്യാണ്, താഴ്ന്ന ജാതിക്കാരെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ജന്മിമാർക്ക് വേണ്ടിയിട്ട് കൂലിയില്ലാത്ത ജോലി ചെയ്യേണ്ട അവസ്ഥ പോലും താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ടാവും അല്ലെ. അതുപോലെ താഴ്ന്ന ജാതിക്കാരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവനും അനുഭവിക്കുന്നത് ആരായിരിക്കും, ഉയർന്ന ജാതിക്കാർ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 24 ക്വസ്റ്റ്യൻ ഉണ്ട്. 1-2 മൊഡ്യൂളിൽ നിന്ന് 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ വോയിസ് കേൾക്കുക. 1-2 പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നത് തന്നെയാണ്. അത്ര റിസ്ക് ഉള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. കൂടുതൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിനുണ്ടാവുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3-4 മൊഡ്യൂളും കൂടി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ടൈം പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.